First question, a freshly laid egg has air cells. Correct answer, no. Freshly lay ചെയ്തിട്ടുള്ള എഗ്ഗില് എയർ സെൽ ഉണ്ടായിരിക്കില്ല. Second question, which gases are used in MEP? MEP നമ്മൾ മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മോഡിഫൈഡ് അറ്റ്മോസ്ഫിയറിക് പാക്കേജ്. അതിൽ യൂസ് ചെയ്യുന്ന ഗ്യാസസ് ഏതൊക്കെയാണ്? ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ. Third question, undamaged starch granules are dash in cold water. Correct answer, insoluble ആണ്. Fourth question, which disaccharide present in milk? മിൽക്കിൽ കാണുന്ന ഡൈസാക്രൈഡ്. കറക്റ്റ് ആൻസർ ലാക്ടോസ് ആണ്. മിൽക്കിൽ പ്രസന്റ് ആയിട്ടുള്ള പ്രൈമറി കാർബോഹൈഡ്രേറ്റിന് എക്സാമ്പിൾ ആണ് ലാക്ടോസ്. ഗ്ലൂക്കോസും ഗാലക്ടോസും ചേർത്തിട്ടാണ് ലാക്ടോസ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, മെയിൻ ഫംഗ്ഷൻ ഓഫ് ലാക്ടിക് ആസിഡ്. ലാക്ടിക് ആസിഡിന്റെ മെയിൻ ഫംഗ്ഷൻസ് ഏതൊക്കെയാണ്? പ്രൊവൈഡ് ഫ്ലേവർ, മോഡറേറ്റ് കീലേറ്റർ, pH അഡ്ജസ്റ്റ്മെന്റ്. ഇതൊക്കെയാണ് ലാക്ടിക് ആസിഡിന്റെ ഫംഗ്ഷൻസ്. Sixth question, organism that grow above 55 degree Celsius are called. 55 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ജീവിക്കുന്ന ഓർഗാനിസത്തിനെ പറയുന്ന പേരെന്ത്? കറക്റ്റ് ആൻസർ തെർമോഫിലസ് ആണ്. തെർമോഫിലസ് 41 ഡിഗ്രി സെൽഷ്യസിനും 121 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലാണ് വളരുന്നത്. സെവൻത് ക്വസ്റ്റ്യൻ, ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മിൽക്ക് ഈസ് ഡെഫിഷ്യന്റ് ഇൻ ഡാഷ് വൈറ്റമിൻ. മിൽക്കിൽ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള വൈറ്റമിൻ ഏതാണ്? ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റ് ആൻസർ വൈറ്റമിൻ സി ആണ്. എയ്ത്ത് ക്വസ്റ്റ്യൻ, the storage life of potatoes and onions can be prolonged well by. Correct answer, irradiation with gamma rays. Ninth question, the pH of fruit jelly is always kept at 2.8 to 3.5 to facilitate formation of a stable gel. 10th question, meat has a dash essential amino acid. Correct answer, all essential amino acid. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.